നമസ്കാരം പ്രിയമുള്ളവരെ, ഖത്തറിലെ ദോഹയിൽ ഇന്നും നാളെയുമായി കൂടുന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനം, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളുടെ സമ്മേളനം ഒരുപക്ഷേ ഒരു ഏകീകൃത അറബ് സൈന്യത്തിനും ഒരു ഏകീകൃത ഇന്റലിജൻസ് വിഭാഗത്തിനും രൂപം നൽകിയേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ്. പ്രത്യേകിച്ചും യായർ ലാപിഡ്, ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അബ്ദുൽ ഫത്താഹ് അൽ സിസി, ഈജിപ്ഷ്യൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇതിനു ആവശ്യമായുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഏകീകൃത അറബ് സൈന്യം, ഒപ്പം ഇന്റലിജൻസ് വിഭാഗവും. നമ്മൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരു സംയുക്ത സൈന്യം, ഏതെങ്കിലും അംഗരാജ്യത്തിന് മേൽ വേറെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ ഈ യൂണിയനിൽ അംഗമായ രാജ്യങ്ങളെല്ലാം ചേർന്ന് ആ ശത്രു രാജ്യത്തിനെ ആക്രമിക്കുന്ന വിധത്തിലുള്ള ഒരു സഖ്യ സേനയും ഒരു ഇന്റലിജൻസ് വിഭാഗവും. കാരണം ഖത്തറിൽ അമേരിക്ക യഥാവിധി ഇസ്രായേലിന്റെ ആക്രമണം അറിയിച്ചില്ല, അഥവാ ആക്രമണത്തിന് ശേഷമാണ് അറിയിച്ചത്. തുർക്കിയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഖത്തറിന് കൈമാറിയത് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം ഇനി ആശ്രയിക്കുവാൻ കഴിയും എന്ന രീതിയിൽ സംശയമുണ്ടാക്കുന്നുണ്ട് GCCയിലെ രാജ്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അവർ സ്വന്തം കാലിൽ നിൽക്കുവാൻ ഒരു ഏകീകൃത അറബ് സൈന്യവും ഒരു ഏകീകൃത ഇന്റലിജൻസ് വിഭാഗവും ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ ഉരുത്തിരിയുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ പോലെ സംയുക്തമായ ഒരു സൈന്യം, ഒരു ഇന്റലിജൻസ് വിഭാഗം, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് അബ്ദുൽ ഫത്താഹ് അൽ സിസി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ്. ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് തന്നെ യായാർ ലാപിഡാണ്. ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമാണ് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ്. മറ്റൊന്ന്, അറബ് ഉച്ചകോടിയിൽ റഷ്യയുടെയും ചൈനയുടെയും സാന്നിധ്യം ഉണ്ടായേക്കാം എന്ന വാർത്തകളും പുറത്തു വരികയാണ്. കാരണം ഒരുപക്ഷെ ആ മേഖലയിൽ റഷ്യയുടെയോ ചൈനയുടേതായ സൈനിക താവളങ്ങൾ ഉണ്ടായേക്കാം എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ പിൻവലിച്ചുകൊണ്ട് അവിടെ റഷ്യയുടെയും ചൈനയുടെയും സൈനിക താവളങ്ങൾ അനുവദിക്കുമോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പക്ഷെ ചില മാധ്യമങ്ങൾ റഷ്യയുടെയും ചൈനയുടെയും സാന്നിധ്യം അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ ഉണ്ടാകും എന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. മറ്റൊന്ന്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും യോഗത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ക്രിയാത്മകമായ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ദോഹ ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടാകണം എന്ന നിർദ്ദേശമുണ്ടാകുന്നു. അതും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ്. മറ്റൊന്ന്, ഹൂതികൾ ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന് മേൽ പ്രയോഗിച്ചു എന്ന വാർത്ത. കഴിഞ്ഞ ദിവസവും ഹൂതികൾ ഇസ്രായേലിന് മേൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു. പക്ഷേ ആകാശത്തു നിന്ന് തന്നെ ഇത് പ്രതിരോധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇറാനാണ് ഇത്തരം ക്ലസ്റ്റർ ബോംബുകൾ ഹൂതികൾക്ക് നൽകുന്നത് എന്ന ഒരു ആരോപണവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രാലയം ഒരു കണക്ക് പുറത്തുവിടുന്നുണ്ട്. 81,700 ഇസ്രായേലി സൈനികർക്ക് ഈ ഗസയുമായിട്ടുള്ള യുദ്ധത്തിൽ, ഈ 2 വർഷം നീണ്ട യുദ്ധത്തിൽ പരിക്കേറ്റു എന്ന് പറയുന്നു. ഇസ്രായേലി സൈന്യത്തിന്റെ 57% ആളുകൾ മാനസിക പ്രശ്നങ്ങൾ അലട്ടുന്ന ആളുകളാണ്. പരിക്കേറ്റവരിൽ പകുതിയും 30 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്. 92% പുരുഷന്മാരാണ്. പരിക്കേറ്റവരിൽ 70% അവർക്കിനി സാധാരണ ജീവിതം നയിക്കുവാൻ പറ്റാത്ത വിധം അവർ കട്ടിലിൽ ആയിരിക്കും എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ്. അത്രത്തോളം വലിയ ആഘാതങ്ങൾ ഇസ്രായേലി സൈന്യത്തിനേറ്റു. 70% പേരും ഇസ്രായേലി സൈന്യത്തിൽ പരിക്കേറ്റതിൽ 70% പേരും ഈ ഗറില്ല ആക്രമണത്തിൽ ഒക്കെ മൈനുകൾ പൊട്ടിത്തെറിച്ചും ഒക്കെ പരിക്കേറ്റവരാണ്. അവർക്കൊരു സാധാരണ ജീവിതം നയിക്കുവാൻ ഇനി കഴിയില്ല, അവർ കട്ടിലിൽ തന്നെ കഴിയേണ്ടി വരും എന്ന രീതിയിൽ പുറത്തു വരികയാണ്. കൈകാലുകൾ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് ഗസയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം. അതായത് യുദ്ധം 2 തലങ്ങളിലും, ഇസ്രായേലിലും ഗസയിലും വ്യാപ്തി കുറവാണെങ്കിലും ഇസ്രായേലിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സൈനികർക്ക് വലിയ നാശം സംഭവിക്കുന്നു, അവർക്ക് മാനസിക ആഘാതം തെറ്റുന്നു. അവർ പരിക്കേറ്റ സൈനികരിൽ കൂടുതലും സാധാരണ ജീവിതം നയിക്കുവാൻ പറ്റാത്ത വിധം കട്ടിലേക്ക് വീഴുന്നു. അങ്ങനെ ഇരു സൈഡിലും, ഗസയിലാണെങ്കിൽ സാധാരണ ജനങ്ങൾ ദിവസം തോറും പട്ടിണി കൊണ്ട് മരിക്കുകയാണ്, കുട്ടികൾ മരിക്കുകയാണ്. ഇസ്രായേൽ മിക്കപ്പോഴും കുട്ടികളെയാണ് ലക്ഷ്യമാക്കുന്നതെന്ന് ആരോപണങ്ങൾ ഉണ്ടാകുകയാണ്. ഗസയിലെ ഏക IVF കേന്ദ്രവും ഇസ്രായേൽ കഴിഞ്ഞ തവണ ആക്രമണത്തിൽ നശിപ്പിച്ചിരുന്നു. അവിടത്തെ സൂക്ഷിച്ചിരുന്ന ഭ്രൂണങ്ങൾ നശിപ്പിച്ചിരുന്നു. അങ്ങനെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് കുട്ടികളെയും ഗർഭിണികളെയും ആണെങ്കിൽ തിരിച്ച് ഗസയിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തിനെതിരെ വ്യക്തമായ തന്നെ
ആക്രമണം നടത്തുകയാണ് ഗസയിലെ പോരാളി സംഘങ്ങൾ. ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലോകം ക്രിയാത്മകമായി ഇതിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.